നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എല്ലാ തിരഞ്ഞെടുപ്പുകളും അടുക്കുമ്പോൾ ഹാലിളകുന്ന രണ്ടുപേർ കേരളത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു 3-4 മാസം മുമ്പ് മുതൽ അവർക്കിങ്ങനെ ഹാലിളകിക്കൊണ്ടേയിരിക്കും. അവർ രണ്ടുപേർ ആരൊക്കെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മറ്റാരുമല്ല, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമാണ്. രണ്ടുപേർക്കും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും വലിയ ഹാലിളക്കമാണ്. സമദൂരമെന്നും ശരിദൂരമെന്നും ഒക്കെ പറയുമെങ്കിലും സുകുമാരൻ നായരുടെ എല്ലാ ദൂരങ്ങളും അവസാനിക്കുന്നത് CPM-ന്റെ ഭാഗത്തേക്കാണ്. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്ത അന്നു മുതൽ നമുക്ക് മനസ്സിലായതാണ് ഏത് ദൂരത്തേക്കാണ് ഇവർ പോകുന്നതെന്ന്. അതുമാത്രമല്ല, മറ്റ് രാഷ്ട്രീയ നേതാക്കളെ അപമാനിക്കാൻ കൂടി സമയം കണ്ടെത്തുകയാണ് ഇപ്പോൾ സുകുമാരൻ നായർ. കഴിഞ്ഞിടയ്ക്കാണ് സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. മറ്റൊന്ന്, ഇപ്പോ VD സതീശനെ അപമാനിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സുകുമാരൻ നായർ ലക്ഷ്യം വെക്കുന്നതെന്ന്. CPM-ൽ നിന്ന് ഹിന്ദുക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്ന സത്യം എല്ലാവർക്കും അറിയാം. SNDP-യും NSS-ഉം ചേർന്ന് ഹിന്ദുക്കളെയെല്ലാം ഇടതു പാളയത്തിലേക്ക് എത്തിച്ച് വീണ്ടും ഒരു ഇടതു ഭരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് നടത്താൻ ശ്രമിക്കുന്നത് നമുക്ക് ഇവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ അതൊന്നും ഇനി വിലപ്പോകില്ല എന്ന് മാത്രമല്ല, പണ്ടേ തന്നെ NSS-ന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരെ ആർക്കും വേണ്ട. ഒരാൾ പോലും അയാൾ പറയുന്നത് അനുസരിക്കുകയുമില്ല. വെറുതെ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമാണ്. കേരളത്തിലെ BJP-യുടെ നല്ലൊരു വിഭാഗം വോട്ട് NSS-ന്റെ വോട്ട് തന്നെയാണ്. ഒരാൾ പോലും സുകുമാരൻ നായർ പറഞ്ഞാൽ മാറ്റി വോട്ട് ചെയ്യുമോ എന്നാണ് എനിക്ക് സുകുമാരൻ നായരോട് ചോദിക്കാനുള്ളത്. ഞാനടക്കം ചെയ്യില്ല തന്നെ. എന്തൊക്കെ നിങ്ങൾ നിലപാടെടുത്താലും, എന്തൊക്കെ ബഹളം വെച്ചാലും, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അടിയുറച്ചു പോയ ചില സങ്കല്പങ്ങൾ തന്നെയാണ്. രാഷ്ട്രത്തിന് ഗുണകരമാകുന്നു, രാഷ്ട്രത്തിന് ദോഷമില്ലാത്ത രാഷ്ട്രീയത്തെ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ, അംഗീകരിക്കുകയുള്ളൂ. ഒരു ക്ഷേത്രത്തിൻ്റെ, അതായത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വന്നുകൂടുന്ന ഒരു ക്ഷേത്രമായ ശബരിമല അടക്കം കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും കൊള്ളയടിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്കുരിയാടാൻ പോലും, അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ ഒരു വാക്കുകൊണ്ട് പരിക്കേൽപ്പിക്കാൻ പോലും സുകുമാരൻ നായർക്കോ വെള്ളാപ്പള്ളി നടേശനോ കഴിയുന്നുമില്ല. എന്ത് ഹിന്ദുത്വമാണ്, അല്ലെങ്കിൽ എന്ത് ഐക്യമാണ് SNDP-യും NSS-ഉം ചേർന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നേരത്തെയും നിങ്ങളുടെ രണ്ടുപേരുടെ ഐക്യം ഞങ്ങൾ കണ്ടതാണ്. രണ്ടുപേരും കൂടി ഐക്യമുണ്ടാക്കി പരസ്പരം അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടവർ തന്നെയാണ്. ഇനിയും ഉണ്ടാകാൻ പോകുന്ന ആ ഐക്യവും അങ്ങനെ തന്നെയായിരിക്കും. വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ്. വെള്ളാപ്പള്ളി നടേശനെ സൂപ്പിക്കാൻ വേണ്ടിയാണ് തുഷാർ വെള്ളാപ്പള്ളിയെ മകനെ പോലെ അംഗീകരിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയും ഉദ്ദേശം മറ്റൊന്നുമല്ല. എങ്ങനെയെങ്കിലും തുഷാർ വെള്ളാപ്പള്ളിയെ പിടിച്ച് ഇടതുപാളയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ മകനെ അംഗീകരിപ്പിക്കാനും മകനായി അംഗീകരിക്കാനും ഒക്കെ ശ്രമം നടത്തുന്നത് നമുക്കറിയാം. ഏതായാലും SNDP പറഞ്ഞാൽ കുറച്ചു പേരെങ്കിലും ഒക്കെ കേൾക്കാം. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ 10 പേർ കേൾക്കുമെങ്കിൽ സുകുമാരൻ നായർ പറഞ്ഞാൽ ഒരാൾ പോലും കേൾക്കില്ല. ആ യാഥാർത്ഥ്യം സുകുമാരൻ നായർ മനസ്സിലാക്കണം. സുകുമാരൻ നായരുടെ ബന്ധുക്കൾക്കും സുകുമാരൻ നായരുടെ ആൾക്കാർക്കും വേണ്ടി മാത്രമുള്ളതാണ് NSS എന്നാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഞങ്ങൾ ആരും NSS-ന്റെ ആനുകൂല്യം, ഞാനൊന്നും NSS-ന്റെ ഒരു ആനുകൂല്യത്തിനും വിദ്യാഭ്യാസം പോലും ചെയ്തിട്ടുള്ള ആളല്ല. ആനുകൂല്യം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ മെറിറ്റിൽ തന്നെ പഠിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് NSS-ന്റെ സ്ഥാപനങ്ങളിൽ പോയി അഡ്മിഷൻ തരണേ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഗതികേടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ഐക്യമുണ്ടാക്കിയാലും ഐക്യമൊക്കെ ഏതവസ്ഥയിലാകുമെന്ന് ഞങ്ങൾക്കറിയാം. കേരളത്തിലെ ഹിന്ദുവിനെ ബാധിക്കുന്ന കാതലായ വിഷയങ്ങളിൽ ഇടപെടാതെ SNDP-യും NSS-ഉം ചേർന്ന് എന്ത് ഐക്യമുണ്ടാക്കിയിട്ടും യാതൊരു കാര്യവുമില്ല. കേരളം മാറ്റത്തിന്റെ പാതയിലാണ്. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ പോലും ഇന്ന് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഐക്യമുണ്ടാക്കിയാലും, പ്രതിനിധി സഭയിൽ സംസാരിച്ചാലും, ജനറൽ കൗൺസിൽ അംഗീകാരം നൽകിയാലും, നിങ്ങൾ എന്ത് ഐക്യമുണ്ടാക്കിയാലും ഒരു ചുക്കും BJP-ക്ക് വരാനുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം BJP-യുടെ വോട്ട് ബാങ്ക് പണ്ടും ഇന്നും എന്നും അവരുടെ വോട്ട് ബാങ്ക്, അവർ വോട്ട് ചെയ്യുന്നവർ തന്നെയാണ്. അത് വളരെ കൃത്യമായ വോട്ട് ബാങ്കാണ്. അതിൽ നിന്ന് ജൈവികമായ വളർച്ച ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് സത്യവുമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ തങ്ങളുടെ വോട്ട് ബാങ്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും അവർക്ക് പലതരത്തിലുള്ള താഴ്ചകൾ സംഭവിക്കുമ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP എപ്പോഴും വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പിന്നെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒക്കെ വിചാരിക്കുന്നത് പോലെയല്ല കേരളത്തിലെ യുവതലമുറ എന്ന് വിചാരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പുരോഗമനം, രാഷ്ട്രത്തിന്റെ പുരോഗമനം ഒക്കെ നോക്കിക്കാണുന്നവരാണ് ഇന്നത്തെ നമ്മൾ ജെൻസി എന്ന് പറഞ്ഞു വിളിക്കുന്ന കുട്ടികൾ പോലും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ ആകർഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. യുവജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള കാലം പുരോഗമിക്കണമെങ്കിൽ ഇവിടെ BJP തന്നെ അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതിന്റെ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുമിച്ചിരുന്ന് ഒരു യൂണിറ്റി ഉണ്ടാക്കുകയോ നിങ്ങൾ ഐക്യത്തോടെ പോവുകയോ ഒക്കെ ചെയ്തോളൂ. 2 വർഷങ്ങൾക്കിപ്പുറം, മാക്സിമം 2 വർഷം കഴിയുമ്പോൾ പരസ്പരം വീണ്ടും തെറി വിളിക്കുന്ന വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഞങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഐക്യത്തെ ആരും കൂസുന്നേ ഇല്ല. ഇനി സുരേഷ് ഗോപിയെ തെറി വിളിച്ചാലും VD സതീശനെ തെറി വിളിച്ചാലും ഈ ലോകത്ത് ആരെ തെറി വിളിച്ചാലും, സജി ചെറിയാൻ പറഞ്ഞത് ശരിയാണെന്നും തെറ്റാണെന്നും ഒക്കെ വാദിക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഐക്യം നിങ്ങൾ തുടരുക. നിങ്ങളുടെ ഐക്യം കൊണ്ട് ഒരു ചുക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആഞ്ഞിരുന്ന് LDFന് അനുകൂലമായി പ്രവർത്തിച്ചാലും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ശബരിമലയിലെ നിലപാട് തിരുത്തി എന്നാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പ ഭക്ത സംഘവുമായി സമീപിച്ച് അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിങ്ങളെല്ലാം പ്രവർത്തിച്ചത്, അതിനുവേണ്ടി അവിടെ പോയത് എന്നൊക്കെയാണല്ലോ വെക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇനി അവരെന്ത് നിലപാട് തിരുത്താനാണ്? സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇനി സർക്കാരിന്റെ ഒരു നിലപാടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു നിലപാടും പറയേണ്ട ആവശ്യവുമില്ല. പിന്നെ വാചാടോപം നടത്താൻ ആർക്കും കഴിയും. അത്തരം വാചാടോപമല്ലാതെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സുപ്രീം കോടതിയുടെ വരുന്ന ബെഞ്ച് അത് ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും ആരോടും ചോദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു നിലപാട് മാറ്റം കൊണ്ടും ഒരു പ്രസക്തിയും ഇനി ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ടൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ സമദൂരവും ശരിദൂരവും ഒക്കെ പറയുമായിരുന്നെങ്കിലും അന്നും നിങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇനിയും സമദൂരവും ശരിദൂരവുമായി വന്നാലും ഇടതുപക്ഷം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിങ്ങളുടെ ഐക്യം രൂപപ്പെട്ടുണ്ടാകുന്ന അതിൻ്റെ അനുരണനങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരുമാണ് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായത്തിന്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിയാൻ വരേണ്ട. ഞങ്ങളാരും നിങ്ങളെ അങ്ങനെ കണക്കാക്കുന്നുമില്ല.